കുട്ടിയാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ടെസ ബേബി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. ഓ ഹായ്. ഐ പഞ്ഞുമുട്ടായി അരിച്ചേച്ചി. ഓ നമസ്കാരം. ഹായ്. ആര് പഞ്ഞുമിഠായി? ആര് ചേച്ചി? എംജെ അങ്കിള്. MJ പഞ്ഞുമുട്ടായി. ഇത് ലേസ് പാക്കറ്റ്. എനിക്ക് ഓർമ്മയില്ലല്ലോ. പഞ്ഞുമുട്ടായി. ഇല്ല, പഞ്ഞുമുട്ടായി. അത് ഞാനല്ല. ആ പേര് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതാ വേറെ പേര് കൊടുക്കാം നമുക്ക്. വേറെ പേരാ ഉം. തീപ്പെട്ടി. അതെന്താ തീപ്പെട്ടി? തീപ്പെട്ടിയോ? അതെന്താ? ചുമ്മാ ചുമ്മാ തീപ്പെട്ടി ഇട്ടതാ. പോലെന്നാണ്. ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞാ കറക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല. ഇരിക്കത്തില്ല. പറഞ്ഞാ ആള് കേൾക്കത്തില്ല. മാറിയോ? ഞാനല്ലേ അത്. പറഞ്ഞ കേക്കത്തില്ല. ആ അപ്പൊ ഞാൻ തീപ്പെട്ടിയാ? അതെ തീപ്പെട്ടി. അപ്പൊ ഞാൻ സ്മൈലി സ്റ്റിക്കർ. ലേസ് പാക്കറ്റ്. ലേസ് പാക്കറ്റ്. പ്ലീസ് പാക്ക്. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? അത് പറയാം. താങ്ക് യു സോ 100th മച്ച്. എപ്പിസോഡ് അല്ലേ? ആ അതെ. യാ. അവിടെ എന്താ വിശേഷം? ആ അതില്ലേ ഞങ്ങൾക്ക് മ്യൂസിക് ആൽബത്തില് കിട്ടി. എന്നിട്ട് ഞാൻ പള്ളിയിലൊക്കെ പാട്ട് അതിട്ടു. ആണോ? ആ ഇനാഗ്രേഷനിൽ ഞങ്ങൾ പോയേ. എന്നിട്ട് അവിടെ ഞങ്ങള് ഡാൻസ് കളിച്ചു, പാട്ട് പാടി, എന്നിട്ട് അടിച്ചു പൊളിച്ചു. ഞങ്ങളെന്ന് പറയണത് അവൾ ഉദ്ദേശിക്കുന്ന അവളെ തന്നെ അവിടെ അങ്ങനെ പറയും. ഓ അങ്ങനെയാണോ? നമ്മള് പോയി, നമ്മള് വന്നു. ഓ ഞങ്ങള് നമ്മുടെ വീട്ടില് അങ്ങനെ പറയും. ഞാനാണോ? അല്ല അങ്ങനെ എപ്പോഴും ഇല്ല, പക്ഷെ അങ്ങനെ വന്നു പോകും അറിയാതെ. പാട്ട് പാടിയാലോ നമുക്ക്? അയ്യോ ഏത് പാട്ടാ പാടുന്നത്? എന്തിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു അത്? ആ അത് ദേവസ്വം ബോർഡ് DB കോളേജിലെ DB കോളേജ്. അതിനകത്തായിരുന്നോ? എന്നിട്ടില്ലേ ആ. ഞങ്ങളെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പച്ചമനുഷ്യനില്ലേ, പച്ചമോന്, പച്ചമോൻ. ആ പച്ചമോൻ, ഗ്രീൻ സൺ. അവരോട് കറക്റ്റ് അവരോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേ, കുസൃതി ചോദ്യം. എന്നിട്ട് അവര് പറഞ്ഞു ഇതെങ്ങാനും സ്റ്റേജിൽ കയറി പറഞ്ഞ ഈ സ്റ്റേജെല്ലാം അടച്ചു കൂട്ടുന്ന. ആണോ? എന്തായിരുന്നു അത്? കടലമ്മയുടെ 4 മക്കളുടെ പേര് എന്തായിരുന്നു? സ്പ്രിങ്, സമ്മർ, വിന്റർ, ഓട്ടം. ഓ ഇതായിരുന്നു 4 മക്കള്. ഞാൻ പറയട്ടെ, ഇതൊക്കെ എന്തുവാ ഈ സമ്മർ വിന്റർ എന്തുവാണ്? സീസൺസ്. സീ ഉണ്ടല്ലോ, സീ, കടല്, സീ, സൺസ്, സീന്റെ മക്കള്, സീയുടെ മക്കള്. നിങ്ങൾ വിഷമിക്കണം എന്റെ ചോദ്യത്തിനെ പറ്റി ഓർത്ത്. ഓ മനസ്സിലായി. സീസൺസ്. ഓക്കെ സീയുടെ സൺസ്. ഓക്കെ ഒന്ന് ചിരിപ്പിക്കോ പ്ലീസ്. ഇതിലൊക്കെ എത്രയോ നല്ലതായിരുന്നു എന്റേത്. ഇട്ടാരെങ്കിലും നിങ്ങൾക്ക് ചിരി വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നും എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ആരും. വേറെന്താ വിശേഷം? അതില്ലേ ഞാനേ ഒരു എന്റെ ഈശോയെ, എന്നതൊന്നും ചെയ്യത്തില്ല. അയ്യോ തൊട്ട് പെറ്റ്സിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മങ്കികളെ ഇഷ്ടമല്ല. സോറി ടുഡു. ഇതാ ടുഡു പേര്. ടുഡു കൈ കൊടുക്ക്. ഹായ് പറയൂ. ശരിക്കലത്തെ മങ്കിയാണ്. ശരിക്കും ചിമ്പാൻസിയാണ് നമ്മുടെ പെറ്റ്. അത് പക്ഷെ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അതെ സ്പെഷ്യലാ. ഇത് 100th എപ്പിസോഡ് അല്ലേ? ഓക്കെ ഇഷ്ടപ്പെട്ടോ ഇപ്പം? ഏത് പാട്ടാ പാടുന്നേ? മഞ്ഞ കുഞ്ഞു കാതുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ആണോ? ചക്കര തിന്നാനുള്ളിൽ മോഹമുദിച്ചല്ലോ. വെരി ഗുഡ് വെരി ഗുഡ്. മൈ ഫേവറേറ്റ് സോങ് ഇല്ലേ മീനു? മൈ ഫേവറേറ്റ്. ഇതിന്റെ ഡീറ്റെയിൽസ് അറിയോ? മ്യൂസിക് SP വെങ്കടേഷ് സാറ്. ഓക്കെ. ലിറിക്കിസ്റ്റ് മറ്റേ ഗിരീഷ് പുത്തഞ്ചേരി സാർ. മറ്റല്ല ഗിരീഷ് പുത്തഞ്ചേരി സാർ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പാടിയത് MG ശ്രീകുമാർ സാറ്. ഫിലിം മിനാരം. വെരി ഗുഡ്. പഠിക്കോ. ഓൾ ദി ബെസ്റ്റ്. പഠിക്കോ. ഓക്കേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ ടുഡു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേക്ക്. താങ്ക് യു. അഗർക്കണോട്ടോ. നീണ്ട പീലിവാലും കുഞ്ഞു കൺകളും ഇമ്പമോടെ മ്യാവ് മ്യാവ് മൂളിപ്പാട്ടുമായി ആശ പോലെ നീളും മീശയുള്ളവൻ ആരു നീ കുരുന്നേ ചാരി വന്നു വന്ന കുഞ്ഞു കാതുള്ള ചക്കിപ്പൂച്ചയ്ക്ക്
കാലത്തൂടെ ചക്കര കിടച്ചുമില്ല, അടിയുടെ നൊമ്പരം കുറഞ്ഞുമില്ല. ആ പൂക്കിരി ചങ്കര കഥയറിഞ്ഞ് പുതിയൊരു ഭയം ചൊല്ലിക്കൊടുത്തേ. കാക്കിരി പാമ്പിനെ പിടിച്ചെടുത്ത് പോക്കിരി പെണ്ണിനെ കടിപ്പിക്കണം. ചക്കര തേടി ചുറ്റി നടന്നൊരു ചടപട ചാടും ചക്കി പൂച്ചയ്ക്കമ്പട പപ്പട പടപടേടി പാമ്പിൻ കടിയും തരികിട തിമികിടത്തോം. കാലുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര കിണ്ണാനുള്ളിൽ മോഹമുദിച്ചല്ലോ. പമ്മി പമ്മി പാനിട്ടും പാവം നിന്നിട്ടും ഇത്തിരി ഇത്തിരിയോളം ചക്കര കിട്ടിയില്ല. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ഇതുഹു. ലാ 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 ലാ. ആഹാ, സൂപ്പർ സൂപ്പർ ജെസ്സി. Thank you. ആരോഗ്യസ്വാമി. മണിയാൻ ചെട്ടിക്ക് മണി മിഠായി, മധുര കുട്ടിക്ക് 2 വോയിസസ് തമ്മിലുള്ള ചേഞ്ച് ഓവർ അല്ലേ? ഗംഭീരം. എപ്പിടി ആരോഗ്യം അപ്പടിയേ ചാമി. ഈ ആരോഗ്യസ്വാമിക്ക് ഡബർ മിഠായി, ഇറ്റ് ഇസ് സംതിങ് സ്പെഷ്യൽ. ஆரோக்கியசாமிக்கு டபர் மிட்டாய். ரொம்ப நல்லா பாடியிருக்கேன், எனக்கு ரொம்ப பிடிச்சிருக்கு. ഈ വാലന്റൈൻസ് ദിനത്തിൽ റൊമാൻറ്റിക് ആവാൻ റെഡിയാണോ? കാലേ കൂടെ റൊമാൻസ് കയറുന്നു. പല്ല് തേക്കാൻ ബ്രഷ്, നിന്നെ കാണാൻ റഷ്, നീ എൻ ക്രഷ്. പറയട്ടെ, എന്നെ കൊല്ലി. കാലത്തൂടെ ചക്കര കിടച്ചുമില്ല, അടിയുടെ നൊമ്പരം കുറഞ്ഞുമില്ല. ആ പൂക്കിരി ചങ്കര കഥയറിഞ്ഞ് പുതിയൊരു ഭയം ചൊല്ലിക്കൊടുത്തേ. കാക്കിരി പാമ്പിനെ പിടിച്ചെടുത്ത് പോക്കിരി പെണ്ണിനെ കടിപ്പിക്കണം. ചക്കര തേടി ചുറ്റി നടന്നൊരു ചടപട ചാടും ചക്കി പൂച്ചയ്ക്കമ്പട പപ്പട പടപടേടി പാമ്പിൻ കടിയും തരികിട തിമികിടത്തോം. കാലുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര കിണ്ണാനുള്ളിൽ മോഹമുദിച്ചല്ലോ. പമ്മി പമ്മി പാനിട്ടും പാവം നിന്നിട്ടും ഇത്തിരി ഇത്തിരിയോളം ചക്കര കിട്ടിയില്ല. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ഇതുഹു. ലാ 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 ലാ. ആഹാ, സൂപ്പർ സൂപ്പർ ജെസ്സി. Thank you. ക്യൂട്ടി പായ്. എന്തോ കുറെ നാളായല്ലോ അങ്കിളിന് ഒരു ക്ലാസ് എടുത്തില്ലല്ലോ ആക്ടിങ്ങിന്റെ. ക്ലാസ്സാ? ആക്ടിങ്ങിന്റെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചല്ലേ. അല്ല, എനിക്ക് അടുത്തൊരു ഒന്ന് ഭാവം ഒന്ന് ഒരു ലെസൺ കൂടെ പഠിപ്പിക്കാം. എന്നാ തമാശ പറയാൻ പഠിപ്പിക്കാം. അത് പഠിപ്പിച്ചു, കൊള്ളാം. പഠിപ്പിച്ചു. മസ്റ്റ് ഹാവ് ആണ് MJ ചൂട് sir. പഠിച്ചോണേ. തമാശയുടെ അവസാനത്തിലെല്ലാം അല്ലേ അല്ലേ ഒന്ന് ചോദിക്കണം, അതല്ലേ അങ്ങനൊക്കെ പറയും. ചോദിക്കണം. ആ. ആ. ഓ ഫോർ എക്സാമ്പിൾ ഇത് ഈ കുറച്ച് ഇതൊക്കെ ഉണ്ട് ട്രിക്സ്. ട്രിക്സ്. അതെങ്ങനെയാണ്? ഒരെണ്ണം അല്ലേ ചോദിച്ചേ. അല്ലേ അതങ്ങനെയല്ലേ? അല്ലേ അതങ്ങനെയല്ലേ പറഞ്ഞു. അങ്ങനെയാണ് പറയണ്ടേ? അല്ലേ? അല്ലേ അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ അല്ലേ അത് തമാശ രീതിയിലെടുക്ക. അതെങ്ങനെ? അല്ലേ? അങ്ങനെയല്ലേ? ഓ, ഓക്കെ. ആ, അങ്ങനെയാണോ? അങ്ങനല്ല അങ്ങനെയാ. അങ്ങനെ. ഓക്കെ. മധുസാറ് കാണിച്ച് കറക്റ്റ് യു വിൻ. ഇപ്പൊ ഞാൻ കാണിച്ച ശരിയല്ലേ? ഞാൻ കാണിച്ച ശരി. ഞങ്ങളിൽ ഇച്ചിരി പെർഫെക്റ്റ് ആക്കാനുണ്ട്. കുറച്ചും കൂടെ അല്ലേ? അങ്ങനെ പറ. അല്ലേ? കുറച്ചുകൂടെ. സീനിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇനി വേറെ ടിപ്പ് ഉണ്ടോ ഇതല്ലാതെ? ഇതല്ലാതെയോ? കോമഡി പറയുമ്പം ഞാൻ എന്തെങ്കിലും എക്സാമ്പിൾ കാണിക്കണം. ഇന്നാള് മധുസാറ് കാറിന്റെ കാര്യം ചോദിക്കാൻ പറഞ്ഞില്ലേ? ഞാൻ പറയട്ടെ. ഒരു ദിവസം അമ്മ തിരക്കിട്ട് കല്യാണത്തിന് ഇറങ്ങുവായിരുന്നേ.
ബാക്കി എല്ലാവരും കല്യാണത്തിന് പോയി. ആഹാ. തിരക്കിട്ട് കാറയൊക്കെ കേറിയേ. അമ്മ കുറെ മേക്കപ്പ് ഒക്കെ ഇട്ടു. എനിക്ക് ബ്യൂട്ടീഷ്യൻ ഒന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല. ഓ ശരി. ചെറിയ ബ്ലഷ് ഒക്കെ. എന്നിട്ട് അമ്മ അങ്ങോട്ട് അങ്ങിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഓടിച്ചു. ഞങ്ങളുടെ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമ്പം പോകുന്നവരും വരുന്നവരും എല്ലാവരും അമ്മേനെ തന്നെയാ നോക്കിക്കൊണ്ടിരിക്കുന്നേ. അല്ല എന്തുണ്ട് അല്ല വേറെ ഞങ്ങളുടെ സൗന്ദര്യമൊക്കെ കണ്ടിട്ട്. അതിന് മുമ്പ് ഞാൻ സീരിയലൊക്കെ ചെയ്തിട്ടില്ലേ, അതുകൊണ്ടാണല്ലേ. എന്നിട്ട് ട്രാഫിക് പോലീസ് വരെ ഞങ്ങളെയാ നോക്കുന്നേ. അങ്ങനെ ഓടിച്ചോടിച്ചോടിച്ച് ഞങ്ങള് കല്യാണ സൈറ്റിലെത്തി. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു നമ്മളുടെ സ്റ്റൈലൊക്കെ കണ്ട സൗന്ദര്യം കണ്ടിട്ടാണ്. എന്നിട്ട് ഞാൻ പൃഥ്വിരാജ് BGM ഒക്കെ ഇറങ്ങുന്ന പോലെ ഇടുന്ന പോലെ അങ്ങ് ഇറങ്ങി. എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ഇറങ്ങി. അത് കഴിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് അങ്ങ് കേറി. സ്റ്റൈലില് സ്റ്റെപ്പ് അങ്ങ് കേറി. അപ്പത്തേക്കും എല്ലാവരും ഞങ്ങളെ നോക്കുന്നതിന് പകരം ഞങ്ങളുടെ കാറിനെയാ നോക്കിയേ.